നേരത്തെ മധു മുല്ലശ്ശേരിയുമായി അമൽ സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം തുറന്നു പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ കേട്ടത്. ഇനി ആലപ്പുഴ CPM-നുള്ളിലെ അസ്വാരസ്യങ്ങൾക്കിടെ G. സുധാകരനെ വസതിയിലെത്തി കണ്ട് KC വേണുഗോപാൽ. ആരോഗ്യവിവരം അന്വേഷിച്ചറിയാൻ നടത്തിയ വ്യക്തിപരമായ സന്ദർശനം മാത്രമെന്നാണ് ഇരുവരുടെയും പ്രതികരണം. അതേസമയം അതൃപ്തരായ മുഴുവൻ CPM നേതാക്കളെയും സ്വാഗതം ചെയ്യുകയാണ് BJP. ഞങ്ങൾ സൗഹൃദ സന്ദർശനം, അദ്ദേഹത്തിന് സുഖമില്ലാതെ കിടക്കായിരുന്നു പറഞ്ഞു. സൗഹൃദ സന്ദർശനം മാത്രം. രാഷ്ട്രീയമായിട്ട് എതിർപ്പ് ഉണ്ടെങ്കിലും സൗഹൃദമുണ്ട്. അപ്പോൾ ഇന്നൊന്ന് അദ്ദേഹത്തെ കാണാൻ വന്നു, അത്രേ ഉള്ളൂ. സുധാകരൻ അതൃപ്തനാണോ ഇല്ലയോ എന്നുള്ളത് സുധാകരനല്ലേ പറയണ്ടത്, ഞാനല്ലല്ലോ പറയേണ്ടത്. ഞാൻ സുഖമില്ലാതെ കിടന്നപ്പോൾ തന്നെ ലാസ്റ്റ് വന്നിരുന്നു. അതിനുശേഷം എൻ്റെ ഇത് നോക്കാൻ വേണ്ടി എനിക്കിപ്പോൾ പ്രശ്നമൊന്നും ഇല്ലല്ലോ, അതിനു വേണ്ടി വന്നതാണ്. ഞങ്ങൾ എത്രയോ കാലം അസംബ്ലിയിലൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നു. അതിനെന്താ പ്രശ്നം? അടിസ്ഥാനപരമായ നിലപാടുകളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയൊരു അപജയത്തിന്റെ നാളുകളിലൂടെയാണ് അത് കടന്നു പോകുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സാധാരണ അണികൾ മുഴുവൻ BJP-യെ മാത്രമാണ് അവരൊരു അവസാന തുരുത്തായിട്ട് ഇപ്പൊ കാണുന്നത്. ഇനി ചന്ദ്രിക ദിനപത്രത്തിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനിൽ നിന്നും G. സുധാകരൻ പിന്മാറിയിരിക്കുകയാണ്. ഈ വിവാദങ്ങൾക്കൊന്നും താല്പര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് സുധാകരൻ ആലപ്പുഴയിലെ ലീഗ് നേതാക്കളെ കണ്ട് കാര്യം അറിയിച്ചത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ക്യാമ്പയിൻ ഉദ്ഘാടനം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാൻ സുധാകരൻ ആവശ്യപ്പെട്ടു എന്ന് ലീഗ് ജില്ലാ പ്രസിഡന്റ് M. നസീർ പറഞ്ഞു. സ്വാഭാവികമായും ഇപ്പോഴത്തെ സമകാലീന സംഭവവികാസങ്ങൾ സുധാകരൻ സാറിനെ കൂടുതൽ ശ്രദ്ധേയനാക്കുകയാണ്. അപ്പം അതും ഈ ചന്ദ്രികയുടെ വരവും കൂടി കൂട്ടിക്കുഴക്കുമോ എന്നൊരു ആശങ്ക അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ചുറ്റുപാടിൽ സ്വാഭാവികമായും ഒരു വിവാദത്തിന് നിൽക്കണ്ട എന്ന പുള്ളിയുടെ സൗദ്ദേശം കൊണ്ടാണ് പുള്ളി നല്ല നിലയിൽ നമ്മളോട് ആ കാര്യങ്ങൾ സൂചിപ്പിച്ചു. അക്കാര്യത്തിൽ ഞങ്ങൾ പൂർണ്ണ തൃപ്തരുമാണ്. കേരള കോൺഗ്രസ് മുന്നണി മാറുന്നു എന്ന വാർത്ത തെറ്റാണെന്ന് പറയുകയാണ് ജോസ് കെ മാണി. LDF-ന്റെ അവിഭാജ്യ ഘടകമാണ് കേരള കോൺഗ്രസ്. LDF-ൽ പൂർണ്ണ തൃപ്തരാണെന്നും ജോസ് കെ മാണി. കേരള കോൺഗ്രസ് പാർട്ടി മുന്നണി മാറുന്നതുമായി ബന്ധപ്പെട്ട ആരുമായി ഒരു ചർച്ച നടത്തിയിട്ടില്ല. അതും മാത്രമല്ല, LDF-ന്റെ അവിഭാജ്യ ഘടകമാണ് കേരള കോൺഗ്രസ്. അതോടൊപ്പം തന്നെ LDF-നെ ശക്തിപ്പെടുത്തുവാനുള്ള ആ പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതും. മറ്റൊന്നുമല്ല, ഞങ്ങൾ ഉറച്ച് അത് LDF-നോടൊപ്പമാണ്. അങ്ങനെ ഒരു ചർച്ചയുമില്ല. ഇനി ആരെങ്കിലും അത് പരസ്യമായോ രഹസ്യമായോ ചർച്ച ചെയ്ത് ആർക്കെങ്കിലും അങ്ങനെയൊക്കെ മനസ്സിലുണ്ടെങ്കിൽ ആ അടുപ്പേ വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി. അതിതീവ്ര ന്യൂനമർദ്ദമായി ഫെയ്ഞ്ചൽ. ഫെഞ്ചൽ ചുഴലിക്കാറ്റ് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് പുതുച്ചേരിയിലും ഒപ്പം തന്നെ തമിഴ്നാട്ടിലുമൊക്കെ. ഇനി സംസ്ഥാനത്തും അതേ തുടർന്ന് മഴ കനക്കുമെന്നുള്ള മുന്നറിയിപ്പ് കാലാവസ്ഥാ കേന്ദ്രം നൽകുകയാണ്. കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് ഉണ്ട്. നാളെ മലപ്പുറം മുതൽ കണ്ണൂർ വരെയുള്ള ജില്ലകളിൽ റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് മഴ മുന്നറിയിപ്പിനെ തുടർന്നുള്ള നിർദ്ദേശങ്ങൾ, അലേർട്ടുകൾ എന്ന് നോക്കാം നമുക്ക്. ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറി. ചെന്നൈയിലും സമീപ പ്രദേശങ്ങളിലുമൊക്കെ വലിയ കാറ്റും മഴയുമാണ്. അതിന്റെ പ്രതിഫലനം നമ്മുടെ കൊച്ചു കേരളത്തിലും പ്രകടമാണ്. അതിനനുസരിച്ചുള്ള മുന്നറിയിപ്പുകൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇന്നത്തെ മുന്നറിയിപ്പുകൾ എന്ന വേഗത്തിൽ നോക്കാം. തെക്കൻ ജില്ലകളായ തിരുവനന്തപുരത്തും കൊല്ലത്തും ഗ്രീൻ അലർട്ടാണ്. പക്ഷേ നിലവിൽ തിരുവനന്തപുരത്ത് പലയിടത്തും മഴയുണ്ട്, മൂടിക്കെട്ടിയ അന്തരീക്ഷമൊക്കെ തന്നെയാണ്. പത്തനംതിട്ട ജില്ലയിലും ഒപ്പം തന്നെ ആലപ്പുഴയിലും യെല്ലോ അലർട്ടാണ് നിലനിൽക്കുന്നത്. ഓറഞ്ച് അലർട്ടുള്ള ജില്ലകൾ നോക്കുക. കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ, അതായത് മധ്യ കേരളത്തിലെ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നു. പാലക്കാട്, മലപ്പുറം, വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വടക്കൻ ജില്ലകളിൽ ഒന്നാകെ യെല്ലോ അലർട്ടുമാണ് നിലവിലുള്ളത്. അതായത് ഈ അലർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വേണ്ട ശ്രദ്ധ പുലർത്തുക എന്നത് പ്രത്യേകം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്ന കാര്യമാണ്. ഇനി നാളെ എന്താണ് സ്ഥിതി എന്ന് നോക്കാം. നാളെ പല ജില്ലകളിലും റെഡ് അലർട്ട് ഉണ്ട്. അതായത് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കാണുന്നു എന്നതാണ്. അതെങ്ങനെയാണ് നോക്കാം. റെഡ് അലർട്ടിലേക്ക് തന്നെ ആദ്യം പോകാം. വയനാട്, കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ, വടക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട 4 ജില്ലകളിലാണ് നാളെ റെഡ് അലർട്ട് ഉള്ളത്. അതായത് അതിശക്തമായ മഴ നമ്മൾ പ്രതീക്ഷിക്കണം. ഏറ്റവും വടക്കൻ ജില്ലയായ കാസർഗോഡ് ഓറഞ്ച് അലർട്ടാണ്. തൃശൂർ, എറണാകുളം, ഇടുക്കി ജില്ലകളിലും ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നു. താഴേക്ക് വന്നാൽ ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. തിരുവനന്തപുരത്തും കൊല്ലത്തും ഗ്രീൻ അലർട്ട് തന്നെ തുടരുന്നു. പക്ഷേ നമ്മളൊരു അടുത്തൊരു 4-5 ദിവസത്തേക്ക് അതിശക്തമായ മഴ കേരളത്തിൽ ഉടനീളം തന്നെ പ്രതീക്ഷിക്കാമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. അതിനനുസരിച്ചുള്ള മുൻകരുതലുകൾ നമ്മൾ കൃത്യമായി അനുസരിക്കുക, നിർദ്ദേശങ്ങൾ പൂർണ്ണമായും ഉൾക്കൊള്ളുക.
ഇപ്പോൾ കേട്ടല്ലോ, ഈ ജില്ലകളിലൊക്കെയാണ് നിലവിൽ മുന്നറിയിപ്പും അലർട്ടും ഒക്കെ ഉള്ളത്. ഇനി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്തെ തീരദേശ മേഖലകളിൽ മുന്നറിയിപ്പുണ്ട്. കടൽ തീരത്ത് ഇറങ്ങുന്നതിനും കടലിൽ കുളിക്കുന്നതിനുമൊക്കെ കോവളത്ത് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. സന്ദർശക നിയന്ത്രണം മുൻകൂട്ടി അറിയിക്കാത്തതിനാൽ വലിയ ജനത്തിരക്കാണ് ഇന്ന് വൈകിട്ട് കോവളം തീരത്തുണ്ടായിരുന്നത്. വൈകുന്നേരം അവിടെ നിന്ന് ഗോകുൽനാഥ് തയ്യാറാക്കിയ റിപ്പോർട്ടുണ്ട്, നമുക്കത് കാണാൻ. ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റിനെ തുടർന്ന് പ്രകടമായ മാറ്റം കേരള തീരത്തുമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോവളം തീരത്താണ്. കോവളം തീരത്തേക്ക് വരുമ്പോൾ അതിശക്തമായ കാറ്റും ഒപ്പം വലിയ രീതിയിൽ തന്നെ തിര കയറി വരുന്നുമുണ്ട്. നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ 2 മണിക്കാണ് നിർദ്ദേശം ഉണ്ടാകുന്നത്. വിനോദസഞ്ചാരികൾ ഇറങ്ങുന്നതിന്, കടലിറങ്ങി കുളിക്കുന്നതടക്കമുള്ള നിയന്ത്രണങ്ങൾ ഈ സമയത്താണ് ഉണ്ടാകുന്നത്. പക്ഷേ ഈ ആളുകൾ ഇറങ്ങിയിരുന്നതൊക്കെ കുറച്ച് വൈകിയാണ്. ഈ ലൈഫ് ഗാർഡുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷ പാലിക്കേണ്ടതുണ്ട്. എന്തായാലും ഇവിടെ ഇറങ്ങുന്നവർ പൂർണ്ണമായും അവരുടെ ഉത്തരവാദിത്വം സ്വന്തമായി ഏറ്റെടുക്കുന്ന ഒരു നിലയാണ് ഇപ്പോൾ ഉള്ളത്. But I'm okay with the storm and the wind. ഇപ്പൊ നല്ല കാറ്റുണ്ട്. നല്ല കാലാവസ്ഥ, ഒരു പ്രത്യേക കാലാവസ്ഥയാണെന്ന് തോന്നുന്നു. 2 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ മുന്നറിയിപ്പ് ഉണ്ടാകുന്നത്. ആ മുന്നറിയിപ്പിനെ തുടർന്ന് കൂടുതൽ സുരക്ഷാ സജ്ജീകരണങ്ങൾ ഒരുക്കേണ്ടതായിരുന്നു. പക്ഷേ അത്രത്തോളം ഒരുക്കിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് വലിയ രീതിയിൽ സുരക്ഷാ ഭീഷണിയുണ്ട്. വലിയ തിരക്കുണ്ടോ ഇന്നിപ്പം? തിരക്കുണ്ട്, നല്ല തിരക്കാണ്. അത്രയും പേരൊന്നുമില്ല. ഈ ബീച്ചിൽ തന്നെ മുൻകാലങ്ങളിൽ 6 പേരാണ് ഡ്യൂട്ടി ചെയ്തിരുന്നത്. ഇപ്പോൾ പകുതി 3 പേരേ ഉള്ളൂ. ഈ ബീച്ചിൽ മൊത്തം 3 പേരേ ഉള്ളൂ. 3 പേരേ ഉള്ളൂ. അതും ഞായറാഴ്ചയും കൂടെയാണ്. അവധി ദിവസങ്ങളിൽ ഇവിടെ നല്ല തിരക്കാണ്. ഈ 3 പേരെ കൊണ്ട് ഒരിക്കലും നിയന്ത്രിക്കാൻ പറ്റത്തില്ല ഇവിടെ. ഈ ചുഴലിക്കാറ്റിന്റെ മാറ്റങ്ങൾ ഇവിടെയും പ്രകടമാണോ? ഇന്നിപ്പോൾ നല്ല ശക്തമായ കാറ്റുണ്ട്. തിരമാല ഭയങ്കര ശക്തമാണ്. ഏകദേശം ഇപ്പം തന്നെ തിരമാല കാണുമ്പോഴത്തേക്കും മൺസൂൺ ടൈം ആ സമയമുള്ളത് പോലെയാണ് ഇപ്പോൾ തോന്നുന്നത്. നല്ല റഫാണ്. പിന്നെ ഈ തിരക്കും കൂടെ ആയപ്പോഴത്തേക്കും വളരെ ബുദ്ധിമുട്ടുണ്ട്. 3 ലൈഫ് ഗാർഡിനെ കൊണ്ട് ഇന്നത്തെ ഒരു ദിവസം ഞായറാഴ്ച ഡ്യൂട്ടി അറിയിച്ചിരുന്നോ? നിയന്ത്രണം ഉണ്ട്, ഇറങ്ങരുതെന്നുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അറിയിച്ചിരുന്നു ആളുകളെ? അത് അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ ആൾക്കാരിങ്ങനെ കേൾക്കാറില്ല. നമ്മൾ മാക്സിമം വിളിക്കുന്നുണ്ട്, കാര്യങ്ങൾ പറയുന്നുണ്ട്, അവർ കേൾക്കാതെ ഇറങ്ങിപ്പോകുന്നു. വലിയ തിരമാലകളാണ്, ഒപ്പം ശക്തമായ കാറ്റുമുണ്ട്. ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റിനായിട്ടുള്ള എല്ലാവിധ പ്രകടമായ മാറ്റങ്ങളും തിരുവനന്തപുരത്തുണ്ട്. അതിശക്തമായ മഴയ്ക്കും സാധ്യത വരും ദിവസങ്ങളുണ്ട്. എന്തായാലും ഗ്രീൻ അലർട്ടിൽ നിന്ന് റെഡ് അലർട്ടിലേക്ക് പോകാൻ വലിയ താമസമില്ല. അങ്ങനെയാണ് ആ ഒരു കാലാവസ്ഥ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിനുള്ള സാഹചര്യവും സാധ്യതകളും ഒക്കെ മുൻപിലുണ്ട്.